ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ വായിക്കുന്നുണ്ട്, ഇസഹാക്ക് യാക്കോബിനോട് പറയുന്നുണ്ട്, കാനാന്യ സ്ത്രീകളെ നീ വിവാഹം കഴിക്കരുത്. കാനാന്യ സ്ത്രീകളെ, വിജാതിയരെ വിവാഹം കഴിക്കരുത്. ഇസഹാക്ക് യാക്കോബിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. വിജാതീയ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുക, അതിന് മാതാപിതാക്കളെ സപ്പോർട്ട് ചെയ്യുക, ഇതൊന്നും ബൈബിൾ താല്പര്യപ്പെടുന്ന കാര്യങ്ങളല്ല. വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? നന്നായിട്ടൊന്ന് കരമടിച്ച്, എല്ലാവരും ശക്തമായിട്ടൊന്ന് കരമടിച്ച് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ മദ്യപാനം, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛ പാപങ്ങളിൽ നിന്ന് അങ്ങനെ ജീവിക്കുന്നവരെ പൂർണ്ണമായിട്ടും ഒഴിവാകുക. പാപം ചെയ്യാത്തവർ ആയിട്ട് ആരുമില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം പറയുന്നു, നിയമത്തിൻ്റെ ലംഘനമാണ് പാപം. നിയമം, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, അത് ലംഘിക്കുന്നതാണ് പാപം. ആര് ദൈവ വചനം ലംഘിക്കുന്നോ, ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ലംഘിക്കുന്നോ, അത് പാപമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, 28-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വചനം, കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിൻ്റെ മേൽ നിയമമാണ്. ചട്ടത്തിൻ്റെ മേൽ ചട്ടം, നിയമത്തിൻ്റെ മേൽ നിയമം. ഇവിടെ അല്പം അവിടെ അല്പം, അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും വലയിൽ അകപ്പെടുകയും ചെയ്യും. ഇവിടെ അല്പം അവിടെ അല്പം, കുറച്ച് നന്മ കുറച്ച് പുണ്യം, കുറച്ച് കർത്താവിൻ്റെ കൂടെ കുറച്ച് പിശാചിൻ്റെ കൂടെ, പുറകോട്ട് പോയിട്ട് മറിഞ്ഞ് വീഴുകയും ചെയ്യും. എന്നിട്ട് പറയുകയാണ്, പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും ചെയ്യും, വലയിൽ അകപ്പെടുകയും ചെയ്യും. മറിഞ്ഞു വീഴുകയാണ്, തകരും, വലയിൽ അകപ്പെടും. ആരുടെ വലയിൽ? സാത്താൻ്റെ വലയിൽ. ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് ജീവിച്ചാൽ, കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ചാൽ തകർച്ച ഉറപ്പാണ്. അനേകരുടെ തകർച്ചയുടെ പിന്നിലെ ഒരു കാരണം ഇതാണ്. ഗൗരവമേറിയ ചില പ്രധാനപ്പെട്ട പാപത്തിൻ്റെ മേഖല മാത്രം ഞാനൊന്ന് പറയുകയാണ്. അതിൻ്റെ തകർച്ചകളും അതിലൂടെ കടന്നു വന്ന ശാപത്തിൻ്റെ ഒരു മേഖലയും. 1-ാമത്തെ കൽപ്പന, അന്യദൈവങ്ങളെ ആരാധിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കണം, ആരാധിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ അവിടുത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ, ലക്ഷണം പറയുന്നവൻ, പ്രാശ്നികൻ ലക്ഷണം പറയുന്നവൻ, ആഭിചാരക്കാരൻ, വെളിച്ചപ്പാട്, മന്ത്രവാദി, ശുദ്ധപ്രിയോക്കാരൻ, മൃതസന്ദേശ വിദ്യക്കാരൻ എന്നിവർ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരക്കാർ കർത്താവിന് നിന്ദ്യരാണ്. അവരുടെ ഈ മ്ലേച്ഛ പ്രവൃത്തി നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യരെയും പ്രാശിനെയും സേവിച്ചിരുന്നു, എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുവദിച്ചിട്ടില്ല. മന്ത്രവാദികൾ, കൂടോത്രക്കാർ, കുട്ടിച്ചാത്തൻ സേവക്കാർ, അതിൻ്റെയൊക്കെ പിന്നാലെ ആര് പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് തകർച്ച ഉണ്ടാവും. ശരിക്കും പൈശാചിക ബന്ധത്തിന് തലമുറകൾ സാത്താൻ്റെ അടിമത്തത്തിലാവും. ഈ തൃശ്ശൂർ ദേശത്ത് കുട്ടിച്ചാത്തന സേവയുമായിട്ട് ബന്ധപ്പെട്ട് പോയ ധാരാളം ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. അതൊക്കെ അന്യം നിന്ന് പോകും. ചില കുടുംബങ്ങളിൽ മക്കളില്ല, തലമുറ അറ്റുപോയി. കുട്ടിച്ചാത്തന സേവയ്ക്ക് പോയതാണ്. മന്ദബുദ്ധികളായ കുട്ടികൾ, സാമ്പത്തിക തകർച്ച, എല്ലാം തീർന്നു. ഒരിക്കൽ ധ്യാനത്തിൽ വന്നൊരു ആൾ ഷെയർ ചെയ്ത ഒരു അനുഭവമാണ്. തൃശ്ശൂർകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിൻ്റെ നടുവിന് ബലം നഷ്ടപ്പെട്ട പ്രാർത്ഥിച്ചു വന്നപ്പോൾ ആ മനുഷ്യൻ്റെ അപ്പൻ കുട്ടിച്ചാത്തന സേവയ്ക്ക് സ്ഥിരം പൊക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അവരുടെ കുടുംബങ്ങളെല്ലാം ഒരു കുട്ടിക്ക് വൈകല്യമുള്ള കുട്ടിയാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ ഈ ഓട് ഫാക്ടറിയൊക്കെ ഉണ്ടായിരുന്ന കുടുംബമാണ്. ഇന്ന് അന്നെടുക്കെ വരുമ്പോൾ എല്ലാം തീർന്നു, മുഴുവൻ നശിച്ചു. തലമുറ നശിക്കുന്ന പോലെ സമ്പത്തും തലമുറകളും തീർന്ന അവസ്ഥ പറഞ്ഞു. കുട്ടിച്ചാത്തൻ സേവയുടെ ആളുകളായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കണം. ഈ തൃശ്ശൂർ മേഖലയിൽ വലിയൊരു പ്രശ്നമാണ്. അനേക ക്രൈസ്തവ കുടുംബങ്ങൾ അന്യം നിന്ന് തീർന്നു വരുന്നൊരു കാരണം ഇതിൻ്റെ പുറകെ പോയതാണ്. അതുകൊണ്ട് മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പിന്നാലെ നിങ്ങൾ പോകരുത്. പോയിട്ടുള്ളവർ പശ്ചാത്തപിക്കുക.
കുമ്പസാരത്തിൽ ഏറ്റുപറയുക, പ്രായശ്ചിത്തം ചെയ്യുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഒരു വിടുതൽ കിട്ടാനായിട്ട്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വല്യപ്പൻ ഈ കൂടോത്രം അല്ലെ കുട്ടിജാതന സേവ ചെയ്താൽ ആ വല്യപ്പനുടെ എത്ര മക്കളുണ്ടായോ അവർക്ക് ജനിക്കുന്ന മക്കൾ തലമുറ മുഴുവൻ സാത്താൻ്റെ അടിമത്വത്തിലാവുകയാണ്. ആ വല്യപ്പൻ മാത്രമല്ല, ആ അപ്പന് ജനിച്ച മക്കള് 5 പേരാണെങ്കിൽ അവർക്ക് ജനിക്കുന്ന മക്കള് തലമുറ മുഴുവൻ സാത്താൻ്റെ അടിമത്വത്തിലാവുകയാണ്. ഇതൊരു ഉടമ്പടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റുപറയണം, ശരിക്കും അനുദപിച്ച് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തമൊക്കെ ചെയ്യണം. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അന്യ ദൈവങ്ങളുടെ നാമം പോലും നിങ്ങൾ ഉച്ചരിക്കരുതെന്ന് സങ്കീർത്തനം 16:4 പറയുന്നുണ്ട്. അന്യ ദൈവങ്ങളുടെ നാമം പോലും ഉച്ചരിക്കരുത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം അന്യ ദൈവ ആരാധന, നേർച്ച കാഴ്ച കൊടുക്കുക, വിഗ്രഹത്തിന് അർപ്പിച്ചത് ഭക്ഷിക്കുക, ഇതൊന്നും ക്രൈസ്തവർ ചെയ്യുവാനായിട്ട് പാടില്ല. രക്തം കൊണ്ട് ധാന്യബലി അർപ്പിക്കില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കത്തില്ല. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം 1-ാം പ്രമാണ ലംഘനത്തിൻ്റെ ഭാഗമാണ്. ഈ മേഖല ശരിക്കും നിങ്ങൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് പശ്ചാത്തപിക്കണം, കുമ്പസാരത്തിൽ ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നുള്ളതേ. അറിവില്ലാത്ത കാലത്ത് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരിതഫലങ്ങൾ, ശാപങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊരു ആത്മീയ സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത അനുഗ്രഹം തടയപ്പെടുന്ന മറ്റൊരു മേഖലയാണ് 6-ാം പ്രമാണത്തിൻ്റെ ലംഘനം. വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മൃഗഭോഗം, മ്ലേച്ഛതകൾ കാണുക, ലൈംഗിക വൈകൃതങ്ങൾ, ഫോണോഗ്രഫി, അശുദ്ധിക്കെല്ലാം അടിമയായി ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ജഡികതയിൽ മുഴുകി ജീവിക്കുന്നവർ, അങ്ങനെ ജീവിക്കുന്നവരോർത്തോ ഈ വലിയ പാപം നിന്റെ കുടുംബത്തെ, തലമുറകളെ വലിയ നാശത്തിലേക്ക് നയിക്കും. ഞാനൊരു വചനം പറയാം. ആ വചനം കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16, 17, 18, 19 വചനം. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കത്തില്ല. ഉണ്ടോ? വ്യഭിചാരത്തിൽ ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കൾ പക്വത പ്രാപിക്കത്തില്ല. മക്കൾക്ക് പക്വതയില്ല. നല്ല പ്രായത്തിൽ എങ്ങനെ ജീവിച്ചെന്നൊക്കെ ചിന്തിക്കുക, പശ്ചാത്തപിക്കുക. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. കർത്താവെന്ന് തൊട്ടാൽ മതി, വിടുതൽ കൊടുത്താൽ മതി, ആ നിമിഷം അതിൽ നിന്ന് മോചനമുണ്ട്. ഈ സമൂഹത്തിൽ മദ്യപിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നിർത്താൻ തീരുമാനമെടുക്കുക. നിങ്ങളുടെ മക്കളൊക്കെ മദ്യപത്തിനോ ലഹരിക്കോ ഒക്കെ അടിമയാണെങ്കിൽ അവരെയൊക്കെ ഇന്ന് സമർപ്പിച്ച് നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്കെല്ലാവർക്കും വിടുതൽ കൊടുക്കും. ഹല്ലേലൂയ. മദ്യപാനം ഒരു പാപം തന്നെയാണ്. നമ്മുടെ വീടുകളിൽ മാമോദീസ, ആദ്യ കുർബാന, വീട് വെഞ്ചരിപ്പ്, തിരുനാളാഘോഷം, എല്ലാറ്റിനും മദ്യപാനമാണ് അല്ലേ? എല്ലായിടത്തും മദ്യവിതരണമാണ്. ഈ ആഘോഷങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, തിരുനാളിന് വെടിക്കെട്ട് നടത്തുന്നു, ഇലിമിനേഷൻ, ചെണ്ടയടിക്കുന്നു, ഭയങ്കര ആഘോഷം പരിപാടിയാണ്. പെരുന്നാളിന് ഭയങ്കര ആഘോഷം, മദ്യപാനം, തീറ്റി, കുടി എല്ലാം ഉണ്ട്. എന്താ പ്രയോജനം? വെടിക്കെട്ട് കണ്ടിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? വെടിക്കെട്ട് കണ്ടു, ഇലിമിനേഷൻ കണ്ടു, ചെണ്ട കൊട്ടുന്നത് കേട്ടു, ആരെങ്കിലും മാനസാന്തരപ്പെട്ടോ? ആരൊന്നും വിടുന്നില്ലല്ലോ. മാനസാന്തരപ്പെട്ടോ? ഇല്ല. വെടിക്കെട്ട് കണ്ടിട്ട് ആരെങ്കിലും നട്ടലും നടുവൊക്കെ സൗഖ്യമായോ? രോഗശാന്തി നടന്നോ? ആഘോഷമായിരുന്നു അല്ലേ? വെടിക്കെട്ടുണ്ടായിരുന്നു, ഗാനമേള ഉണ്ടായിരുന്നു, ഇതൊക്കെ കണ്ടു. വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടായോ? നിങ്ങളുടെ ഇടവകയിൽ ആരെയും മാനസാന്തരപ്പെട്ടോ? ഇതൊക്കെ വ്യർത്ഥമായ ആഘോഷങ്ങളല്ലേ? ഇതിന്റെ അപ്പുറമായിട്ട് ദൈവത്തിന്റെ ജനം വചനത്തിലേക്ക് വരണം. ദൈവവചനത്തിലേക്ക് വരണം. ദൈവവചനം അനുസരിക്കണം. അപ്പോൾ നമ്മുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങി ദൈവത്തിന്റെ ജനം ജീവിച്ചോണ്ടിരിക്കുക. വചനം അവർക്ക് ബാധകമല്ല. കുട്ടിച്ചാത്തന്റെ പുറകെയും കള്ളു കുടിക്കാനും തോന്നിവാസനും ഒക്കെ നടന്ന് കുടുംബമൊക്കെ അന്യം നിന്ന് പോവുക, തലമുറ അന്യം നിന്ന് പോവുക.
ഇതിൽ നിന്ന് ഒരു മോചനം ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. രണ്ട് കരമുയർത്തി യേശുവിനെ ഒന്ന് വിളിച്ചേ. അല്പസ്വരമയത്ത് വിളിക്കാമോ? യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ഞാൻ പാപത്തിൻ്റെ മേഖല ഒത്തിരി വിശദീകരിക്കുന്നില്ല, പൊതുവായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പാപത്തിൻ്റെ ഓരോ മേഖലകളെക്കുറിച്ച്. അത് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാനും ഉപേക്ഷിക്കാനുമുള്ള നല്ല ഒരു തീരുമാനം എടുക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നു ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വചനങ്ങൾ. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹ ആരാധന, ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന. കൊളോസോസ് 3:5. പണത്തോടുള്ള അമിതമായ ആർത്തി വിഗ്രഹ ആരാധനയാണ്. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ലാതെ മറ്റൊന്നുണ്ടോ അതൊക്കെ വിഗ്രഹാരാധനയാണ്. ആഭിചാരം, അത് മന്ത്രവാദം, ആഭിചാരം, ആ ഒരു മേഖലയാണ്. ശത്രുത, മനസ്സിന് ശത്രുത, വൈരാഗ്യം, കലഹം, കുടുംബത്തിൽ കലഹം, കുടുംബക്കാർ തമ്മിൽ കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം, മക്കള് കലഹം, കലഹവും വഴക്കും, അങ്ങനെയുള്ള കുടുംബങ്ങൾ, അത് പാപമാണ്. അസൂയ, അസൂയ ഉണ്ടോ? തൃശ്ശൂർ ജില്ലയിൽപ്പെട്ടവർക്ക് അസൂയുണ്ടോ? ഞങ്ങളുടെ കോട്ടയം പത്തനംതിട്ട ജില്ലയിലൊക്കെ അസൂയുള്ള ആളുകൾ ധാരാളം ഉണ്ട്. ഇവിടെ എങ്ങനെ? തൃശ്ശൂർ എങ്ങനെ? അസൂയുള്ളവരുണ്ടോ? തൃശ്ശൂർ ജില്ലയിൽ അസൂയക്കാരുണ്ടോ? നിങ്ങളുടെയൊക്കെ മുഖം കണ്ടാലറിയാം അസൂയ എന്നൊരു സംഭവമേ നിങ്ങൾക്കില്ല. അല്ലേ? നല്ല മനസ്സുള്ളവരാ. ആയിക്കോട്ടെ. ഇനി എങ്ങാനും അസൂയ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റുന്നത് നല്ലതായിരിക്കും. കോപം, അകാരണമായ കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. അവിടെ അപ്പസ്തോലൻ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, താക്കീത്, ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ്, ഒരു താക്കീത് തന്നിരിക്കുക. ഈ മേളിപ്പറഞ്ഞ പാപത്തിൽ ജീവിക്കുന്നവർക്ക് സ്വർഗരാജ്യത്തിനോട് പ്രവേശനമില്ല. കർത്താവിനോട് കൂടെ അവർക്കൊരിക്കലും ഇരിക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ സുഖങ്ങളും പാപത്തിൻ്റെ സുഖങ്ങളും തേടിയുള്ള ജീവിതം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരണം. പാപവും പാപത്തിൻ്റെ വഴികളെല്ലാം ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. അതുപോലെ നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ ധാരാളമുണ്ട്. കള്ളം പറയുക, കുറ്റം പറയുക, വിമർശിക്കുക, ചീത്ത വിളിക്കുക, അശ്ലീലം പറയുക, കുറ്റം വിധിക്കുക, ഇതൊക്കെയുണ്ട്. ചിലർക്ക് വൈദികരെയും മെത്രാന്മാരെയും സഭയെയും കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല, ഒരു സമാധാനം. അതുപോലെ കുറ്റം പറയുന്ന കുറേ മനുഷ്യരുണ്ട്, വിമർശിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. വീടുകളിൽ നിന്നാണെങ്കിലും വൈദികരെ സഭയൊക്കെ വിമർശിക്കുക, അത് പാടില്ല. അങ്ങനെ ചെയ്യുന്ന കുടുംബമൊന്നും രക്ഷപ്പെടത്തില്ലെന്നേ. സങ്കീർത്തനം 105:15 എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ അപ്പത്തിൻ്റെ താങ്ങ് ഞാൻ തകർത്ത് കളയും. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, ഒരു മുന്നറിയിപ്പാ. തൊട്ടുപോകരുത്. എൻ്റെ അഭിഷിക്തർ, ഒരു വൈദികന്റെ മേൽ അഭിഷേകം കൊടുക്കുന്നത് സ്വർഗമാണ്. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നവർ, ദൈവത്തിനു വേണ്ടി ജീവിതം കൊടുത്തവർ ധാരാളം പേരുണ്ട്. പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. കർത്താവ് പറഞ്ഞിരിക്കുക, കർത്താവിൻ്റെ അഭിഷിക്തരെ, പ്രവാചകന്മാരെ ഉപദ്രവിച്ചാൽ, അവരെ ദ്രോഹിച്ചാൽ, അപമാനിച്ചാൽ അത് വലിയ ദോഷം ചെയ്യും. ഞാൻ ഓർക്കണം, ഒരിക്കൽ അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 25 വർഷം വരെ ആയിട്ടുണ്ട്, 25 വർഷം പുറകില, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു പള്ളിയിൽ, ഹൈറേഞ്ചിൽ ഒരു പള്ളിയിൽ ധ്യാനമാണ്. അപ്പോൾ എൻ്റെ ഇടവകയിലെ ഒരു മകനാണ് അച്ഛനായിട്ട് ആ പള്ളിയിലെ വികാരിയാണ്. അച്ഛൻ വിളിച്ചു, ഒരു ധ്യാനം നടത്തണം. അങ്ങനെ ഞാൻ ചെന്ന ഇടവക ധ്യാനം ഒരു 25 വർഷത്തിന് പുറകിലാണ് ഈ സംഭവം. അന്ന് ഞാനിങ്ങനെ ദൈവത്തിൻ്റെ വചനം പങ്കുവെച്ചു. ആദ്യ ദിവസം കഴിഞ്ഞു, 2ാം ദിവസം പാപത്തിൻ്റെ മേഖലയൊക്കെ പറഞ്ഞു. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം പകല് കുമ്പസാരമുണ്ട്. ആരാധനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുക. ഇപ്പോഴും ഞാൻ ആ മെസ്സേജ് ഓർക്കുന്നു. അങ്ങനെ 2 ദിവസം ശുശ്രൂഷ കഴിഞ്ഞിട്ടും ശക്തമായൊരു ഉണർവ് ആ ഇടവകയിലോട്ട് വരുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാ പറയുകയാണ്, ഈ ഇടവകയിൽ വൈദികരുടെ കണ്ണുനീര് വീണിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് നേരെ അച്ഛൻ്റെ മുറി ചെന്നു. ഞാൻ ചോദിച്ചു, അച്ഛാ, കർത്താവ് ഇങ്ങനെ മെസ്സേജ് നൽകുന്നു, ഈ ഇടവകയിൽ വൈദികരുടെ കണ്ണുനീര് വീണിട്ടുണ്ട്. അതാണ് അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ പ്രവാഹം, കൃപയുടെ ഒഴുക്ക് തടയപ്പെട്ടിരിക്കുന്നത്. ഉടനെ അച്ഛൻ പറഞ്ഞു, എനിക്ക് മുൻപിരുന്ന വൈദികനെ ഏതാനും പേര് കൂടി അപമാനിച്ചു. അച്ഛനുമായിട്ട് എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടായതാണ്. അവരവസാനം അച്ഛനൊരു പെണ്ണ് കേസിൽ ആരോപണം ഉന്നയിച്ചു, നോട്ടീസൊക്കെ അടിച്ചു, പോസ്റ്റർ ഒട്ടിച്ചു. എങ്ങനെയാലും കൂടെ അച്ഛനെ വല്ലാതെ നാണം കെടുത്തി. അവസാനം അൾത്താരയിൽ നിന്ന് കരഞ്ഞ് അച്ഛൻ്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോയി, ഇടവക മാറിപ്പോയി. ഈ അച്ഛൻ എന്നോട് പറയുകയാണ്, ബ്രദറെ, അതിന് മുൻകൈ എടുത്തവര്, നോട്ടീസ് അടിച്ചവര്, പോസ്റ്റർ ഒട്ടിച്ചവര്, അവരുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് തീർന്നു. അവരുടെ കുടുംബങ്ങളൊക്കെ നശിച്ച് മൊത്തം തീർന്നു. മക്കളുടെ വഴിക്ക് എല്ലാം തകർന്നു, സാമ്പത്തികമായിട്ട് തകർന്നു, ബിസിനസ് തകർന്നു. 4-5 പേര് അതിനിറങ്ങി തിരിച്ച ആ കുടുംബങ്ങൾ മുഴുവൻ നശിച്ചു പോയി എന്ന് അച്ഛൻ പറഞ്ഞു. ഹല്ലേലൂയ. അതെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിൻ്റെ അഭിഷിക്തർക്കെതിരെ കരമുയർത്തരുത്. കർത്താവിൻ്റെ പ്രവാചകന്മാരെ ഉപദ്രവിക്കരുത്. സഭയ്ക്കെതിരെ ഞങ്ങൾ സംസാരിക്കരുത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആര് സഭയ്ക്കെതിരെ പ്രവർത്തിച്ചാലും അഭിഷിക്തർക്കെതിരെ പ്രവർത്തിച്ചാലും ഉറപ്പാണ് കർത്താവ് കണക്ക് ചോദിക്കും. ഒരു സംശയമില്ല. അതുകൊണ്ട് ആ ഒരു മേഖല ഒന്ന് വിട്ടുപിടിക്കുന്ന നല്ലത്, അങ്ങോട്ട് പോകാതിരിക്കുന്ന നല്ലത്. ഹല്ലേലൂയ. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ അഭിഷിക്തരെ ആരെങ്കിലും ദ്രോഹിച്ചോ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അങ്ങനെ എന്തെങ്കിലും നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുമ്പസാരത്തിൽ ഏറ്റുപറയണം. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പാടില്ല. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.